സദ്വേഷണം 2026 മാർച്ച് 2-ാം തീയതി പൗർണമി ദിനത്തിൽ രാവിലെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൽ നിന്ന് സന്യാസദീക്ഷ സ്വീകരിച്ച ജനനി സമൃദ്ധ ജ്ഞാനതപസി ദേഹവിയോഗം ചെയ്യുകയുണ്ടായി. ആ ജന്നിക്കുള്ള സ്മരണാഞ്ജലിയായിട്ടാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘം ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വായിക്കാം. ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ച ശേഷം പല സന്യാസിമാരുടെയും ദേഹവിയോഗം സംഭവിക്കുകയുണ്ടായി. ഗുരുധർമ്മ സംരക്ഷണ സംഘം ജനനി സമൃദ്ധ ജ്ഞാനതപസ്വിനിയുടെ ദേഹവിയോഗത്തിൽ ജനനിയുടെ ജീവന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജനനിക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ച ശേഷം ഗുരുവിൻ്റെ പർണശാലയ്ക്ക് ഒരിക്കലും ഒരു കേടുവരാത്ത രീതിയിൽ ഒരു ആവരണ സൗധം കെട്ടി പർണശാലയെ സംരക്ഷിക്കണമെന്ന് ഗുരു അറിയിച്ചതായി ദർശനത്തിൽ കണ്ടുവെന്ന് പരമ്പരയെ അറിയിച്ച ഇപ്പോൾ ശിഷ്യഭൂത എന്നറിയപ്പെടുന്ന അമൃതാജ്ഞാന തപസ്വിനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം പർണശാല ഇടിച്ചു എന്നുവെച്ചാൽ ഗുരുവിൻ്റെ യഥാർത്ഥ പർണശാല ഇടിച്ചു കളഞ്ഞ് അവിടെ ഒരു കോൺക്രീറ്റ് സൗധം കെട്ടാനാണ് ഗുരു അറിയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ പർണശാല യഥാർത്ഥ പർണശാല നശിപ്പിച്ചു കളഞ്ഞു. ഗുരു ശരീരത്തിൽ ഇരുന്നപ്പോൾ തന്നെ പർണശാല ഒരിക്കലും നശിപ്പിക്കരുതെന്നും അതിനൊരു ആവരണ സൗധം കെട്ടി ഉണ്ടാക്കി സംരക്ഷിക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃതാജ്ഞാന തപസ്വിനിയും കൂട്ടരും പർണശാല നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ആശ്രമത്തിനകത്ത് എത്ര പേർ സന്യാസിമാരോ ഗൃഹസ്ഥാശ്രമികളോ ആയിട്ടുള്ള ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാൽ ജനനി എന്തിനാണ് അപ്പോൾ വാക്കുമാറ്റി പറയുന്നതെന്ന് മുഖത്ത് നോക്കി ചോദിച്ച സമൃദ്ധ ജനനി അതിന് പ്രതികരിച്ചിരുന്നു. അതിനുള്ള ശിക്ഷ എന്ന ഈ നിലയിൽ അമൃതാജനിക്ക് ശാരീരിക വൈകല്യമുള്ള ഒരു സ്ത്രീ വിഷം കൊടുക്കുന്നതായി ദർശനത്തിൽ കണ്ടുവെന്ന് ആശ്രമ ഭരണാധികാരികൾ പല സന്യാസിമാരെ കൊണ്ടും ഗൃഹസ്ഥാശ്രമങ്ങളെ കൊണ്ടും പറയിപ്പിക്കുകയും സമൃദ്ധാജന്യെ പാലക്കാടേക്ക് സ്ഥലം മാറ്റുകയും അവിടെ വെച്ച് മറ്റൊരു ജന്യെ കൊണ്ട് നിരന്തരം മാനസികമായി പീഡിപ്പിച്ച് സമൃദ്ധാജന്യക്ക് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരെ എത്തിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെതിരെ പ്രതികരിച്ച ജനനി സമൃദ്ധ ജ്ഞാനതപസ്വിനിക്ക് ഗുരുധർമ്മ സംരക്ഷണ സംഘം സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ജനനിയുടെ ജീവന് ഗുരുവിൽ നിന്ന് ലഭിക്കേണ്ട നന്മ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.